കേരള PSC പഠനസഹായി ഭാഗം 19. സംക്ഷേപ വേദാർത്ഥം 1772 എവിടെ നിന്നുമാണ് പ്രസിദ്ധപ്പെടുത്തിയത്? റോം. CPIM പൊളിറ്റ് ബ്യൂറോയിലെ ആദ്യ വനിത വൃന്ദ കാരാട്ട്. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജില്ല കച്ച്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതാര്? ഗവർണർ. ഗുപ്ത വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. സെന്റിനെന്റൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്ക. കേരളത്തിൽ കാലാവധി തികച്ചു ഭരിച്ച ഏക കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ 1982-87. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർ ലാൻഡ്. ടെറ്റനസിന് കാരണമായ ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ടെറ്റനി. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയതാര്? ഉത്രം തിരുനാൾ. നൈദാമ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാസ്ത്ര സാങ്കേതികം. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മൊണാക്കോ. കേരളത്തിൽ സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. സെല്ലുലാർ ഫോണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർട്ടിൻ കൂപ്പർ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ. ട്യൂബർകുലോസിസിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം. രോഗപ്രതിരോധത്തിനാവശ്യമായ വൈറ്റമിൻ സി. ഫ്രാൻസിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ലീജിയൻ ഓഫ് ഓണർ. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഗ്വാണ്ടനാമോ ജയിൽ ഏത് ദ്വീപിലാണ്? ക്യൂബ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ബ്രിട്ടൻ. കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. ദുഷ്യന്തൻ എന്ന കഥാപാത്രം കാളിദാസന്റെ ഏത് നാടകത്തിലാണ്? അഭിജ്ഞാന ശാകുന്തളം. ആദ്യ ഗ്രന്ഥം ക്രോഡീകരിച്ച സിഖ് ഗുരു അർജുൻ ദേവ്. SNDPയുടെ സ്ഥാപക സെക്രട്ടറി കുമാരനാശാൻ. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. ഹീമറ്റൂറിയ എന്നാൽ എന്ത്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ. ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായലും കായംകുളം കായലും. സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി. ഡൽഹി സ്ഥാപിച്ച വംശം തോമാര വംശം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി കെ മുരളീധരൻ. ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ്? ഹോളണ്ട്. നെതർലാൻഡ്സ്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെക്കുന്ന പക്ഷം ആ വകുപ്പ് ആരിൽ വന്നു ചേരും? മുഖ്യമന്ത്രി. ഹാൽഡിയ ഏത് നിലയിലാണ് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് ആരായിരുന്നു? നെൽസൺ മണ്ടേല. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള നെല്ല്. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏക ജീവി മനുഷ്യൻ. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ. കർണാടക സംസ്ഥാനത്ത് ആറ്റമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈഗ. അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി. മണ്ണുപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്.